വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാരദാമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും എന്ന രീതിയിലാണ് സത്യഭാമ സംസാരിക്കുന്നത്. അന്നേരം ശാരദാമ്മ ഇത് കേട്ടങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാൻ നേരിട്ട് വന്ന് ക്ഷണിക്കേണ്ടതാണ്, പിന്നെ അടുപ്പമുള്ളവരോടാകുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ, നാളെയാണ് സീമന്തം, രാവിലെ എത്തുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദാമ്മ പിന്നെ മനസ്സിലായ രീതിയിലങ്ങ് സംസാരിക്കുകയാണ്. സത്യാമ്മയോട് ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ കാലത്തെ എത്തിക്കോളാം, പുലർച്ചെ എത്തിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയാണ് ശാലിനിയെ ഒരുക്കി ഇറക്കേണ്ടത്. ഇനി ഞാനൊന്നും പറയണ്ടല്ലോ, ഗോപാലകൃഷ്ണൻ അടുത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഗോപാലേട്ടൻ ഒരു തീർത്ഥാടനത്തിലാണെന്ന് പറയുമ്പോൾ ശാരികയെ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. തുടർന്ന് സത്യഭാമ ഫോൺ വെക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ശാരികയോട് ചോദിക്കുകയാണ്, അപ്പോൾ നീ സീമന്ത ചടങ്ങിന് പോകാനാണോ വന്നതെന്ന്. അന്നേരം ശാരിക അതേന്ന് പറയുകയാണ്. അന്നേരം അമ്മയോട് അവൾ അതൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അവൾ ഗർഭിണി ആയതുപോലും ഞാൻ അറിഞ്ഞില്ല, പിന്നെയല്ലേ സീമന്തം എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങ് വേവലാതി കൊള്ളുകയാണ്. ശാന്ത ഇതൊക്കെ കേട്ടുകൊണ്ട് അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അന്നേരം ശാരിക പറയുകയാണ്, ഞാൻ കരുതി അമ്മയോട് അവളെല്ലാം പറഞ്ഞു കാണും, എന്നെയാണ് വെറുതെ മണ്ടിയാക്കിയത് എന്നൊക്കെ. എന്നിട്ട് ശാരിക പറയുന്നുണ്ട്, അമ്മയ്ക്ക് സത്യാമ്മയോട് ചോദിക്കാൻ പാടില്ലായിരുന്നില്ലേ എപ്പോഴാണ് അറിഞ്ഞതെന്നും ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നതെന്നൊക്കെ. അന്നേരം ശാരിക വഴക്ക് പറയുകയാണ്, എന്തൊരു നാണക്കേടാണെടി, മകള് ഗർഭിണിയായത് അമ്മായി അമ്മയോട് വായിൽ നിന്നും അറിയുന്ന ആദ്യത്തെ അമ്മയാണ് ഞാൻ, അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്, എന്നാലും ഇതെന്താണെന്നും പറഞ്ഞ് ശാരദാമ്മ ചിന്തിച്ചിരിക്കുകയാണ്. അന്നേരം ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ, അവളോട് തന്നെ ചോദിക്കാമെന്നും പറഞ്ഞ് ശാരിക ശാലിനിയെ ഫോൺ ചെയ്യാൻ ഒരുങ്ങുകയാണ്. അന്നേരം വേണ്ട, അവൾ നമ്മളോടിത് പറഞ്ഞില്ലെങ്കിൽ അതിലെന്തെങ്കിലും പിന്നിൽ എന്തെങ്കിലും കാര്യം കാണും, അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ലല്ലോ അവൾ, ഇതൊക്കെ നേരിട്ട് തന്നെ ചോദിക്കാം, നാളെ എന്തായാലും നേരിട്ട് കാണുകയല്ലേ, അപ്പോൾ ചോദിക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് ശാരിക അത് സമ്മതിക്കുകയാണ്. അന്നേരം എന്തോ കാരണമുണ്ട് എന്ന് പറഞ്ഞ് ശാരദാമ്മ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതേസമയം സരളയുടെ വീട്ടിൽ സുസ്മിതയെ സീമന്ത ചടങ്ങിന് പറഞ്ഞു വിടാനുള്ള തയ്യാറെടുപ്പിലാണ് സരള. നീ ഇങ്ങനെ തോറ്റു മടങ്ങിയിരിക്കുന്നത് അമ്മയ്ക്ക് കാണാനായിട്ട് വയ്യ, സീമന്തത്തിന് ഞാൻ എന്തായാലും പോകുന്നില്ല, പക്ഷെ നീ പോകണം എന്നിങ്ങനെ പറയുമ്പോൾ മോളിൽ നിന്ന് ജഗദീപാണെങ്കിൽ സുസു ഡാർലിംഗ് ഒരു കപ്പ് ചായ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ സുസ്മിതയ്ക്കും സരളയ്ക്കും ഒക്കെ ആകെ ദേഷ്യമാണ്. നിന്റെ ചുമലിൽ വെച്ച് കിട്ടിയ ഈ വിഴുപ്പിനടക്കം നല്ലൊരു ഉഗ്രൻ മറുപടി അവൾക്ക് കൊടുക്കണം, ശാലിനിക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ പോകുന്നുണ്ടമ്മേ, അവൾ വയറ്റുകണ്ണിയായിട്ടിരിക്കുക, അവൾക്ക് ഞാനൊരു ഉഗ്ര സമ്മാനം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സുസ്മിത സീമന്ത ചടങ്ങിന് പോകാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ആ വീഡിയോയുടെ കാര്യവും അവർ തമ്മിൽ സംസാരിച്ചതൊക്കെ സരളയോട് സുസ്മിത പറഞ്ഞിട്ടുണ്ടാകണം. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ അടുക്കള വശത്തു നിന്ന് സംസാരിക്കുകയാണ് പൊന്നിയും രമണൻ പിള്ളയും. പൊന്നി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അന്നേരം കാര്യങ്ങളൊക്കെ പിള്ള അന്വേഷിക്കുന്നുണ്ട്. അന്നേരം എന്നെ ഇങ്ങോട്ടത്തേക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അറിയാമല്ലോ, എൻ്റെ വീടങ്ങ് ഇരിങ്ങാലക്കുടയിലാണ്, അച്ഛൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അച്ഛനെ ഒരു ദിവസം ഇങ്ങനെ രാവിലെ നടന്നു പോകുമ്പോൾ ഒരു വണ്ടി ചുമ്മാതെ വന്ന് ഇടിച്ചിട്ടങ്ങ് പോയി, പിന്നെ നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊക്കെ ഞാൻ ഇങ്ങോട്ടത്തേക്ക് വിളിച്ചിരുന്നു, പക്ഷേ പിന്നീട് എൻ്റെ ഫോണും നഷ്ടമായി, അതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കാനും കാര്യങ്ങൾ തിരക്കാനും ഒന്നും പറ്റിയില്ല എന്ന് പറയുകയാണ്. അന്നേരം അച്ഛൻ ഇപ്പോൾ എങ്ങനെയാണ് ചോദിക്കുമ്പോൾ സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു, പൈസയ്ക്ക് അത്യാവശ്യമുള്ളത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പൊന്നി തൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം നീ വന്ന സമയത്ത് ആ പങ്കജ് ഇവിടെ നിന്ന് പോയത് എന്തായാലും നല്ല സമയമെന്ന് പറയുമ്പോൾ അവൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോയത്, ആരാന്നൊക്കെ പൊന്നി അന്വേഷിക്കുന്നുണ്ട്. അന്നേരം അവളിവിടെ വന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല, പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് പ്രത്യക്ഷപ്പെട്ടു, അവളുടെ കഥയൊക്കെ സത്യാമ്മ അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ അവൾ ഇവിടെ നിന്നെങ്കിലും അവൾ ഇവിടത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കാൻ വന്നതുപോലെയാണ് തോന്നിയത്, ചോറ് ഇവിടെയും കൂറ് വേറെ ആരുടെ അടുത്തുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ പൊന്നി സംശയം ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾക്കറിയാമല്ലോ സുസ്മിതയും അവളുടെ അമ്മ സരളയും ഒക്കെ ഇപ്പോൾ പുറത്ത് നിന്നാണ് അംഗം വെട്ടുന്നതെന്ന്, നിൻ്റെ അച്ഛനെ വണ്ടി ഇടിച്ചതിലും ഫോൺ കാണാതായതിലും അവൾ വന്നതുമൊക്കെ അവരുടെ കളിയാണ്, അതൊക്കെ എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ ഇപ്പോഴും ഈ വീട്ടിനകത്ത് ഒരു ഒരു കാര്യം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് സത്യാമ്മയെ അറിയിച്ചില്ലെങ്കിൽ അത് വളരെ കഷ്ടത്തിലാകും എന്നൊക്കെ ഇങ്ങനെ പൊന്നിയോട് പിള്ള ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീടിൻ്റെ ഹാളിൽ എല്ലാവരും ഉണ്ട്. പിന്നെ രാഘവൻ നായരും അർജുനും പ്രീതിയും ശ്യാമയും രോഹിത്തും വിഷ്ണുവും ശാലിനിയും ഒക്കെ. അന്നേരം ശാലിനിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. അന്നേരം വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയുണ്ട, നീ ഇതെന്താ ആലോചിക്കുന്നത്, ഭാമയോട് ഇത് എത്രയും പെട്ടെന്ന് പറയണം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ സീമന്തം വരെ നിശ്ചയിച്ചിട്ട് എല്ലാവരും ഒക്കെ വിളിച്ചില്ല, ഇപ്പോൾ എങ്ങനെയാണ് പറയുകയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ 10 മാസം കഴിഞ്ഞിട്ടാണോ പറയാൻ പോകുന്നത്, ഇതൊന്നും കള്ളം പറയാനായിട്ട് പറ്റില്ല, ഒരു പെൺകുട്ടി ഗർഭിണിയാണ്, പ്രസവിച്ചു എന്നൊക്കെ അത് ഒരിക്കലും പറയാൻ പറ്റില്ല, എപ്പോഴായാലും കണ്ടുപിടിക്കും എന്നൊക്കെ പറയുമ്പോൾ അതേ അഭിപ്രായം തന്നെയാണ് അവിടെ പ്രീതിയും പിന്നെ അർജുനും പിന്നെ രോഹിത്തും ഒക്കെ പറയുന്നത്. അല്പം താമസിച്ചു പോയി, എന്നാലും അമ്മ നമ്മൾ പറഞ്ഞല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ ഇതാരും അമ്മ എന്തായാലും നമ്മോട് ക്ഷമിക്കില്ല എന്നൊക്കെ അർജുനും പ്രീതിയും ഒക്കെ പറയുന്നുണ്ട്. തുടർന്ന് രോഹിത്ത് പറയുകയാണ്, ഇവിടെ ഈ കാര്യം ആലോചിച്ചിട്ട് ഒരാൾ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നോ എന്നൊക്കെ ശ്യാമയെ ചൂണ്ടി പറയുന്നുണ്ട്. തുടർന്ന് ശ്യാമയും പറയുകയാണ്, വിഷ്ണുവേട്ട എൻ്റെ മനസ്സിൽ നിന്നും ഈ ഭാരം എത്രയും പെട്ടെന്ന്
പെട്ടെന്ന് ഒന്ന് ഇറക്കി തരണം, ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ പറയാം എന്നിങ്ങനെ വിഷ്ണു സമ്മതിക്കുകയാണ്. ഈ സമയത്താണ് സത്യഭാമയാണെങ്കിൽ മുകളിൽ നിന്ന് ശാലിനിക്കുള്ള ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി താഴേക്ക് ഇറങ്ങി വരുന്നത്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഭാമയുടെ മുന്നിലേക്ക് ചെന്ന് അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഒരു ശുഭകാര്യത്തിന് പോകുമ്പോഴാണ് തടസ്സം നിൽക്കുന്നത്, നീ അങ്ങോട്ട് മാറി നിന്നേ പിന്നെ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കയ്യിലേക്ക് ഈ ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ ഭാമ വെച്ചു കൊടുക്കുകയാണ്. മോൾക്ക് സീമന്തത്തിന് ഇടാനായിട്ട് ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാണ്, മോൾ ഇതൊക്കെ പോയി ഇട്ടോണ്ടോ പെട്ടെന്നാകട്ടെ എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. അന്നേരം ശാലിനി ആകെ ഇങ്ങനെ വിഷമിച്ച് വിഷ്ണുവിനെ നോക്കുന്ന എല്ലാവരെയും നോക്കുന്നുണ്ട്. തുടർന്ന് പ്രീതിയോട് പോയി ശാലിനി ഒരുക്കി കൊണ്ടുവരാൻ പറയുകയാണ്. അന്നേരം പ്രീതിയും അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മയെന്ന് പറയുമ്പോൾ എന്താടാന്ന് ചോദിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ രാഘവൻ നായരെ നോക്കി ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട് അമ്മ അതെന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഗർഭിണിയല്ല, അമ്മയോട് അത് കള്ളം പറഞ്ഞതാണ് എന്ന് പറയുകയാണ്. പക്ഷേ ഭാമ അത് കേൾക്കുന്നില്ല. വിഷ്ണു പറഞ്ഞു തുടങ്ങുമ്പോഴേ ഉമ്മറത്ത് മാലതിയും കൂട്ടുകാരികളും വരുന്നത് സത്യഭാമ കാണുകയാണ്. തുടർന്ന് അവരെ സ്വീകരിക്കാനായിട്ട് ഭാമ അങ്ങ് ഓടിപ്പോകുന്നുണ്ട്. വിഷ്ണു പറഞ്ഞത് ഭാമ കേൾക്കുന്നുമില്ല. തുടർന്ന് അമ്മയോട് കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാമ മാത്രമില്ല, അവിടെ ബാക്കി എല്ലാവരും ഉണ്ട്. തുടർന്ന് ദയനീയമായിട്ട് ശാലിനി അങ്ങ് വിഷ്ണുവിനെ നോക്കിയാണ്. അതേസമയം ഭാമയാണെങ്കിൽ പോയി മാലതിയെയും കൂട്ടുകാരികളെയും ഒക്കെ സ്വീകരിക്കുന്നു, അങ്ങ് ആകെ സന്തോഷത്തിലാണ്. തുടർന്ന് അച്ഛ എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു നോക്കുമ്പോൾ പോയി പറയടാന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു വീണ്ടും അങ്ങ് ഉമ്മറത്തേക്ക് ചെല്ലുകയാണ്. അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മ എനിക്കൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് സത്യഭാമ. അന്നേരവും ശാലിനി അവിടെ അകത്ത് ആ ഡ്രസ്സും ആഭരണങ്ങളും ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. മോൾ ഇതുവരെ ഒരുങ്ങിയില്ലേ, പെട്ടെന്ന് പോയി ഒരുങ്ങ, ശാലിനിയെ പോയി ഒരുക്കിക്കൊണ്ടുപോവാ പ്രീതി എന്നും പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ശാലിനിയെയും പ്രീതിയെയും കൂട്ടി മുകളിലേക്ക് പറഞ്ഞു വിടുകയാണ്. അന്നേരം വിഷ്ണുവിനെ അങ്ങ് ശാലിനി നോക്കുന്നുണ്ട്. വിഷ്ണുവിന് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. തുടർന്ന് വീണ്ടും ഭാമയുടെ അടുത്തേക്ക് വിഷ്ണു ചെല്ലുന്നുണ്ട്. അമ്മ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ആ ഗസ്റ്റുകളൊക്കെ ഒന്ന് സ്വീകരിക്കട്ടെ, അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്താ, അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ തള്ളി മാറ്റിയിട്ട് ഭാമ വീണ്ടും അവരുടെ അടുത്തേക്ക് പോയി കാര്യങ്ങളൊക്കെ പറയുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരം അച്ഛ എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു വിളിക്കുകയാണ്. അന്നേരം ഞാൻ എന്ത് ചെയ്യാനാടാ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ് നമുക്ക് പറയാം, വിഷ്ണു നമുക്ക് പറയാം വാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെയും വിളിച്ചുകൊണ്ട് അർജുൻ ഭാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കൂടെ രോഹിത്തും പോകുന്നുണ്ട്. പക്ഷേ അവിടെയും വിഷ്ണു പറയുന്നത് കേൾക്കാനായിട്ട് ഭാമ തയ്യാറാകുന്നില്ല. ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്, മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് മാലതിയും കൂട്ടുകാരികളെയും സ്വീകരിച്ച് ഹാളിലേക്ക് കൊണ്ടിരുത്തുന്നുണ്ട്. പൊന്നിയോട് ജ്യൂസ് കൊണ്ടുവരാനൊക്കെ പറയുകയാണ്. തുടർന്ന് അവർക്കൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ മാലതിയോടായിട്ട് തന്നെ പറയുന്നുണ്ട് സത്യഭാമയുടെ മരുമക്കൾ തോന്നിയാസം പോലെ നടക്കുകയാണെന്നൊരു പരാതി ഉണ്ടായിരുന്നല്ലോ, എനിക്കല്ല നാട്ടുകാർക്ക്. അപ്പോൾ ഇതങ്ങ് തീർന്നല്ലോ, നിൻ്റെ മകൻ ബിനീഷിനോടൊപ്പം കല്യാണം കഴിഞ്ഞ എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞില്ലെന്ന് നിനക്ക് പരാതിയല്ലായിരുന്നോ, അതൊക്കെ തീർന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവിടെ അങ്ങ് വിജയ് ഭാവത്തിൽ അങ്ങ് ഭാമ സംസാരിക്കുന്നത് കണ്ടിട്ട് വിഷ്ണുവിനോ രാഘവൻ നായർക്കോ അർജുനോ മറ്റാർക്കും ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. തുടർന്ന് ശ്യാമയെ ഭാമ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ദേ ഇവളെ കണ്ടോ, ഇവളെൻ്റെ ഇളയ മരുമകളാണ്, ആദ്യം കല്യാണം കഴിച്ച് പുതിയൊരു വീട്ടിലേക്ക് അയക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഇപ്പോൾ ഇവളതെല്ലാം മനസ്സിലാക്കി, ഇവിടുത്തെ ഏറ്റവും ഇടുക്കി കുട്ടി ഇവളാണ്, ഇവളുടെ കൈകൊണ്ട് നിനക്കൊരു ചായ കുടിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഭാമയെന്ന് ഇങ്ങനെ അങ്ങ് മാലതി പറയുന്നുണ്ട്. തുടർന്ന് ആ ഭാമയുടെ സന്തോഷം നോക്കി നിൽക്കുകയാണ് എല്ലാവരും. വിഷ്ണുവിന് പിന്നീട് ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. മാലതിയുടെ സുഭദ്ര കുഞ്ഞമ്മയോടും പറയുന്നുണ്ട് എൻ്റെ മകൾ ശാലിനി IAS സ്വപ്നം കണ്ടെന്ന് നടക്കുകയല്ല, ഒരു വീട്ടിൽ നിന്ന് 2 മരുമക്കളെ എടുത്തത് കൊണ്ട് ഭാമയ്ക്ക് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല, ഗുണമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അന്ന് അവർ പറഞ്ഞിട്ട് പോയതിനൊക്കെ തിരിച്ചു പകരമെന്നോണം ഭാമ അവരോടൊക്കെ അങ്ങ് തകർത്ത് സംസാരിക്കുകയാണ്. ഇതേസമയം ഭാമയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ ശാരികയും ശാരദാമ്മയും കൂടി എത്തുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വീട്ടിലെ അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ട് ശാരിക പറയുന്നുണ്ട് ഇത് ശരിക്കും സീമന്തം തന്നെയാണ് അമ്മയെന്ന്. ഇതേസമയം വിഷ്ണു അവരാരെയും കാണുന്നില്ല. വിഷ്ണു വീണ്ടും ഭാമയുടെ അടുത്തേക്ക് ഒരു കാര്യമൊന്നും പറഞ്ഞ് വീണ്ടും ചെല്ലുകയാണ്. തുടർന്ന് എന്താടാന്നും പറഞ്ഞിങ്ങനെ വീണ്ടും ഭാമ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അകത്തേക്ക് കയറുന്ന ശാരദാമ്മയും ശാരികയും കാണുകയാണ്. അന്നേരം ശാരദാമ്മ എത്തിയല്ലോ, മാറി നിൽക്കണമെന്നും പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് മകളുടെ സീമന്തമായിട്ട് ഇപ്പോഴാണോ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ശ്യാമയെ നോക്കുകയാണ്. ശ്യാമ അങ്ങ് മുഖം കുനിച്ച് നിൽക്കുകയാണ്. മറ്റാരുടെയും മുഖത്ത് സന്തോഷമില്ല, പക്ഷെ ഭാമ മാത്രം സന്തോഷത്തിലാണ്. അന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് വൈകി, ഇന്നലെ ഹോട്ടലിൽ ഒത്തിരി പണി ഉണ്ടായിരുന്നു, അല്ല ശാലിനി എവിടെയെന്ന് ഇങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം പ്രീതി അവളെ മുകളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വാ അകത്തേക്ക് വാന്നും പറഞ്ഞ് ശാരദാമ്മ സന്തോഷത്തോടു കൂടി ശാരികയും ശാരദാമ്മയും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. സത്യഭാമ അങ്ങ് പോകുന്നുണ്ട്. അവരുടെ പിന്നാലെ ശാരദാമ്മയും ശാരികയും പോവുകയാണ്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ശ്യാമയെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനാകാതെ ശ്യാമ നിൽക്കുന്നുണ്ട്. അത് പറയാൻ പറ്റാതെ വിഷ്ണുവും ആകെ നിരാശപ്പെട്ട് നിൽക്കുകയാണ്. ഇത്രയുമാകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.